ഹലോ എവരി വൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അനോറെക്സിയ നെർവോസ എന്ന പേരുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡറിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈറ്റിംഗ് ഡിസോർഡറിന്റെ പേരാണ് ബുളീമിയ നെർവോസ. ഓക്കെ, നമുക്ക് എന്താണ് ഈ ബുളീമിയ നെർവോസ എന്ന് നോക്കാം. Bulimia nervosa is an eating disorder in which a person has regular episodes of eating a very large amount of food. ഇവിടെ ബുളീമിയ നെർവോസയിൽ ഒരു പേഷ്യന്റ് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ബിഞ്ചിങ്. ഓക്കെ, അവർക്ക് ഈ ഈറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു അൺകൺട്രോളബിൾ ഈറ്റിംഗ് ആണ് ഒരു പ്രശ്നം. ഇനി അത് മാത്രമല്ല, ഇത് ഈ ഭക്ഷണം കഴിക്കുന്നതിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡ്യൂറിങ് വിച്ച് ദ പേഴ്സൺ ഫീൽസ് എ ലോസ് ഓഫ് കൺട്രോൾ ഓവർ ദെയർ ഈറ്റിംഗ്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അയ്യോ, ഞാൻ കൂടുതൽ കഴിച്ചു പോയി എന്നോർത്തിട്ട് ഈ കഴിച്ച ഭക്ഷണത്തിനെ ഇവര് വോമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് ഉപയോഗിച്ചോ അതുപോലെ വിഗറസ് ആയിട്ടുള്ള എക്സർസൈസസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇതിനെ പുറത്തു കളയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പെർജിങ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു അൺകൺട്രോളബിൾ ആയിട്ട് ഇവര് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. അയ്യോ, ഞാൻ അത്രയും കഴിക്കണ്ടായിരുന്നു എന്നോർക്കുന്നു. എന്നിട്ട് ഇതിനെ വൊമിറ്റ് ചെയ്തൊക്കെ പുറത്തേക്ക് കളയുന്നു. ഇനി നമ്മൾ നേരത്തെ അനോറെക്സിയ നെർവോസയെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവര് കാണുക. ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? രണ്ടും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ബുളീമിയ നെർവോസയില് പീപ്പിൾ യൂഷ്വലി ഹാവ് എ നോർമൽ വെയിറ്റ്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവര് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഭാഗമെങ്കിലും അകത്ത് ചെന്ന് ഡൈജസ്റ്റ് ആയി അബ്സോർബ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരു സാധാരണഗതിയിൽ ഒരു നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബിഞ്ചിങ് പെർജിങ് അങ്ങനെ രണ്ട് സ്റ്റേജസ് നടക്കുന്നുണ്ട്. അതേസമയം അനോറെക്സിയ നെർവോസയില് പേഷ്യന്റ് ഭക്ഷണം കഴിക്കുന്നേയില്ല. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധ്യതകളും അവർ അവോയ്ഡ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ കുറച്ച് ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ അത് എങ്ങനെയെങ്കിലും പുറത്ത് കളയുകയും ചെയ്യുന്നു. അവിടെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ വിഗറസ് ആയിട്ട് എക്സർസൈസസ് ചെയ്യുന്നു, അതുപോലെ മറ്റ് മെഡിക്കേഷൻസ് ഒക്കെ കഴിച്ചിട്ട് ഡയൂററ്റിക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചുമൊക്കെ ഇവര് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അനോറെക്സിയ നെർവോസയിൽ എപ്പോഴും പേഷ്യന്റ് ഭയങ്കരമായിട്ട് ലോ വെയിറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അവർക്ക് അത് പോരാ, ഇനിയും കുറയ്ക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ സ്റ്റാർവ് ചെയ്യുകയും മാൽന്യൂട്രീഷൻ, ഡീഹൈഡ്രേഷനിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. ഇനി ബുളീമിയ നെർവോസയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവര് അനോറെക്സിയ നെർവോസയിലെ പോലെ തന്നെ പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ബോഡി ഷേപ്പ് ആൻഡ് വെയിറ്റ്. അപ്പൊ ഇവർക്കൊരു സാധാരണഗതിയിലുള്ള വെയിറ്റ് ഒക്കെ തന്നെ കാണത്തുള്ളൂ. പക്ഷെ ഇവർക്ക് തോന്നുന്നു, അയ്യോ, ഞാൻ കണ്ടമാനം വണ്ണം വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്കൊരു ദർ ഇസ് എ ലോസ് ഓഫ് കൺട്രോൾ ഓവർ ദെയർ ഫുഡ് ഇൻടേക്ക്. അപ്പോൾ എന്നാൽ ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുമില്ല. അടുത്ത തവണയും അവർ ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോഴുള്ള ഒരു കൊതി എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇവർക്കൊരു ദേ ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദെയർ ഫുഡ് ഇൻടേക്ക്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് ചില ജനറ്റിക് ഫീച്ചേഴ്സ്, ഫെമിലിയൽ ടെൻഡൻസി, ഈവൻ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവരിലും ഇങ്ങനെ ഒരു ലോസ് ഓഫ് കൺട്രോൾ ഓവർ ദെയർ ഫുഡ് ഇൻടേക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അവർക്ക് അയ്യോ, ഞാൻ കഴിച്ചു പോയല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നു. ഉടനെ ഇവര് വോമിറ്റിംഗ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്ത് ഇതിനെ പുറത്തേക്ക് കളയുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ബോഡി ഷേപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി കൺസംഷൻ ഓഫ് ഹൈ കാലറി ഫുഡ് ഇൻ സീക്രട്ട്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടമാനം ഒക്കെ ഒത്തിരിയൊക്കെ കഴിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവര്
ഒക്കെ ആണെങ്കിൽ പറയൂ ഇത് എന്തുമാത്രമേ കഴിക്കുന്നത് എന്ന മട്ടിലൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, ഒരു പാത്തിരുന്നൊക്കെ ആരും കാണാതെയൊക്കെ അത് നല്ല ഹൈ കാലറി ഫുഡൊക്കെ അങ്ങോട്ട് കഴിക്കും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അയ്യോ ഞാൻ കഴിച്ചല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗിൽറ്റ് ഓവർ സീക്രട്ടീവ് ഈറ്റിംഗ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് ഈ ബിഞ്ച് പേർജ് സിൻഡ്രോം. അത് ഓർത്തിരിക്കുക. ബുളിമിയ നെർവോസയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബിഞ്ച് പേർജ് സിൻഡ്രോം. അവിടെ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ട്, അതുപോലെ പേർജിങ്, പുറത്തേക്ക് കളയുന്നു. ആ വാക്ക് മറന്നു പോകാതിരിക്കുക. പിന്നെ അടുത്തത് അറ്റംപ്റ്റ്സ് ടു ലൂസ് വെയിറ്റ് ത്രൂ ഡയറ്റ്സ്, വോമിറ്റിംഗ്, എനിമാസ്, കഥാർട്ടിക്സ്. കഥാർട്ടിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എനിമ പോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ച് കഴുകി ഭയങ്കര സിവിയർ ലൂസ് മോഷൻ ഒക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് ആണ് കഥാർട്ടിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആംഫിറ്റമീൻസ് ഓർ ഡയൂററ്റിക്സ് അതൊക്കെ കഴിച്ച് ഉള്ളിലുള്ള ഫ്ലൂയിഡും കൂടെ പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇവർ ചെയ്യുന്നത്. ഇത് സെയിം തന്നെ നമ്മൾ അനോറക്സിയ നെർവോസയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹാസ് എ നീഡ് ടു കൺട്രോൾ. അപ്പൊ അവർക്ക് ആ കൺട്രോൾ ഇല്ല, കൺട്രോൾ ഓവർ ഈറ്റിംഗ് അതില്ല. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കൺട്രോൾ വേണം എന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. യെറ്റ് എക്സ്പീരിയൻസസ് ഫീലിങ്സ് ഓഫ് പവർലെസ്നെസ് ഓർ ലോസ് ഓഫ് കൺട്രോൾ. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പവർലെസ്നെസ് എന്ന് പറയുന്നത് എനിക്ക് അതിന് മാത്രമുള്ള ശക്തി ഇല്ല, എന്നെ കൊണ്ട് അത്രയും കൊള്ളത്തില്ല. അങ്ങനെ ലോ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു അഭിമാനം, അതാണ് സെൽഫ് എസ്റ്റീം. ഇവിടെ അവർക്ക് അങ്ങനെ ഒരു അഭിമാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്നെ കൊണ്ട് കൊള്ളും എന്നൊരു ചിന്ത ഇല്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്നുള്ള ചിന്തയാണ് ഇവർക്ക് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാണ് ലോ സെൽഫ് എസ്റ്റീം. പിന്നെ പുവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ആൾക്കാർ കാണുമ്പോൾ വെറുതെ ആണെങ്കിലും നീ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വണ്ണം വെച്ചല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാധാരണക്കാരൻ ചിലപ്പോൾ അത് സാരമില്ല എന്ന മട്ടിൽ വെക്കും. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഒക്കെ ഉള്ളവരെ നമുക്കറിയത്തില്ല, നമ്മൾ ചിലപ്പോൾ ചുമ്മാ ഒരു കമന്റ് ഒക്കെ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ടെൻഡൻസി ഉണ്ടല്ലോ പല ആളുകൾക്കും, ഒരു ബോഡിയെ പറ്റി ഒരു കമന്റ് പറയുക. അപ്പൊ അത് ഒക്കെ ചില ആളുകളെ അത് എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളിനി ഓർത്തോണം. ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിലൊക്കെ പ്രോബ്ലംസ് വരും. കാരണം അവർക്കറിയാം ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഉടനെ ഒരു കമന്റ് വന്നേക്കാം. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഓർ ആബ്സെൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സെക്സ്. വീണ്ടും ഈ ബോഡി ഷേപ്പിനെ പറ്റിയും ഒക്കെയുള്ള ഒരു പ്രീ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടേർഡ് ബോഡി ഇമേജ് ഒക്കെയാണ് ഇവിടെ കാരണമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, സന്തോഷം വരിക, ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്നു, മൂഡ് സ്വിങ്സ്. അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ഇവരിങ്ങനെ വോമിറ്റിംഗ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുകയും അതുപോലെ ഫ്ലൂയിഡും സോഡിയവും ഒക്കെ നഷ്ടപ്പെടുന്നു. അതുപോലെ ഈ റിപ്പീറ്റഡ് വോമിറ്റിംഗിലാണ് ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നത്, അതുപോലെ ഹൈപ്പോനെട്രീമിയ. പിന്നെ അതുപോലെ മെറ്റബോളിക് ആൽക്കലോസിസ്, വീണ്ടും വോമിറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക് കോണ്ടൻസ് മെയിനായിട്ട് അസിഡിക് ആണ്. അപ്പൊ ഈ ആസിഡ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കലോസിസ് ഉണ്ടാകാം. ഇനി ഇത് ഭയങ്കര സിവിയർ വോമിറ്റിംഗ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഒരു സിവിയർ മാൽന്യൂട്രീഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അങ്ങനെ ചിലപ്പോൾ ഇത് മെറ്റബോളിക് അസിഡോസിസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഡിപ്പെൻഡ് അപ്പോൺ ദി സിവിയറിറ്റി ഓഫ് ദ കണ്ടീഷൻ എന്ന് ഓർക്കുക. പക്ഷെ ബേസിക്കലി നമ്മളിപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഇനി അതുപോലെ ഫിസിക്കൽ ഓൾട്ടറേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സാധാരണഗതിയിൽ അവർക്ക് ഒരു പാകത്തിനൊക്കെയുള്ള വണ്ണമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ചില കേസിൽ ഇവർ ലോ വെയിറ്റിലേക്കും ഒക്കെ പോകാം, അഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദ കണ്ടീഷൻ. ഇനി അടുത്തത് മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ നമുക്കറിയാം നമ്മളുടെ ABC അല്ലെങ്കിൽ അസസ്മെന്റ്, നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിന്റെ ഓർഡറിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്ന. ഫസ്റ്റ് അസസ്മെന്റ്, അസസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആൻഡ് ദ സിവിയറിറ്റി ഓഫ് എനി മെഡിക്കൽ പ്രോബ്ലംസ്, അസോസിയേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസിന്റെ സിവിയറിറ്റി ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ എസ്റ്റാബ്ലിഷ് 1-to-1 തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലയന്റ്. ഇവിടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒക്കെ വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർവൈസ് ഡ്യൂറിങ് മീൽ ടൈംസ് ആൻഡ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ആഫ്റ്റർ മീൽസ്. അപ്പൊ ഇവിടെ ഇവർക്ക് ഒരു ലോസ് ഓഫ് കൺട്രോൾ ഓവർ ഈറ്റിംഗ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ടൈം ഒക്കെ സ്പെസിഫൈ ചെയ്ത്, പിന്നെ അതുപോലെ അവരെ മോണിറ്റർ ചെയ്യുക, അവരെന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അവരെ സഹായിക്കുക. അതുപോലെ സെറ്റ് എ ടൈം ലിമിറ്റ് ഫോർ ഈച്ച് മീൽ. ഓരോ സമയം എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ എപ്പോഴും തോന്നുമ്പോൾ ഒക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ടൈം ടേബിൾ ഒക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. അവര് അത് പ്രോപ്പറായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ അവരെ മോണിറ്റർ ചെയ്യുക, അവരുടെ വെയിറ്റ് ഡെയിലി മോണിറ്റർ ചെയ്യുക. അപ്പൊ അതൊക്കെ അവർക്കൊരു അപ്രീസിയേഷൻ, ഒരു എൻകറേജ്മെന്റ് ആണ്, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, എന്റെ വെയിറ്റ് കൂടുന്നില്ല, വെയിറ്റ് നോർമൽ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അഷുറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻടേക്ക് ഔട്ട്പുട്ട്, നമ്മൾ ഫുഡ് ഇൻടേക്ക് മോണിറ്റർ ചെയ്യുമ്പോൾ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക, ഡെയിലി വെയിറ്റ് മോണിറ്റർ ചെയ്യുക ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ അവരുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അവിടെയാണ് പ്രധാനമായിട്ട് വലിയ ഒരു ലൈഫ് ത്രെട്ടനിങ് പ്രോബ്ലംസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യുകയും റീസ്റ്റോർ ചെയ്യുകയും വേണം. അതുപോലെ മോണിറ്റർ എലിമിനേഷൻ പാറ്റേൺസ്. അപ്പോൾ ഈ നമ്മൾ ആംഫിറ്റമിനും അതുപോലെ ഡയബറ്റിക്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ റിപ്പീറ്റഡ് ആയിട്ട് വോയിഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ എലിമിനേഷൻ പാറ്റേൺ ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ അതുപോലെ അസസ് ആൻഡ് ലിമിറ്റ് ദ ക്ലയൻസ് ആക്ടിവിറ്റി ലെവൽ. ഇത് അനോറെക്സിയ നെർവോസയിലും ബുളിമിയ രണ്ടിലും ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം ഇവർക്ക് ഓൾറെഡി ഇവർ ഭക്ഷണം കഴിക്കലൊക്കെ അത്ര നോർമൽ ആയിട്ടല്ല നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റി ലെവല് കുറച്ച് കുറയുന്നത് തന്നെയാണ് നല്ലത്. എൻകറേജ് ദ ക്ലയന്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡൈവേഷണൽ ആക്ടിവിറ്റീസ്. ഇവർ ഒത്തിരി അങ്ങ് ഡിപ്രസ്ഡ് ആയി ഒക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതുപോലെ അസസ് സൂയിസൈഡ് പൊട്ടൻഷ്യൽ. ഇവിടെയും അനോറെക്സിയ നെർവോസ പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഡിപ്രഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സൂയിസൈഡ് പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളിനോട് നമുക്ക് എപ്പോഴും ചോദിക്കാം, ഹാവ് യു എവർ തോട്ട് ഓഫ് ഹാർമിങ് യുവർ സെൽഫ് എന്നൊരു ചോദ്യം. എപ്പോഴെങ്കിലും സൂയിസൈഡ് ചെയ്താലോ അല്ലെങ്കിൽ അങ്ങ് മരിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അഗെയിൻ റിമെമ്പർ. പിന്നെ അതുപോലെ ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻസ് കൊടുക്കാം. അതുപോലെ സൈക്കോതെറപ്പി, പിന്നെ അതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പ്സിലേക്കൊക്കെ ഇവരെ റെഫർ ചെയ്യുക. ഇവർക്ക് ഒരു സൈക്കോതെറപ്പി ഒക്കെ ഇവർക്ക് വളരെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ബുളിമിയ നെർവോസ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ത്രോട്ട് ആൻഡ് സ്റ്റൊമക് അൾസേഴ്സിനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. ഇവർക്ക് ഈ നമ്മുടെ സ്റ്റൊമക് കണ്ടൻസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈസോഫേഗസും അതുപോലെ ത്രോട്ടും ഒക്കെ അൾസറേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അൾസേഴ്സ് ഉണ്ടാകാം. ടൂത്ത് ഡീക്കേ ആൻഡ് കാവിറ്റീസ്, വീണ്ടും ഈ ആസിഡുമായിട്ട് ഒരു എക്സ്പോഷർ വരുന്നത് കൊണ്ടും, പിന്നെ അതുപോലെ ഭക്ഷണം തീരെ മാൽനറിഷ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പല്ലിലുള്ള കാൽഷ്യം ഒക്കെ നഷ്ടപ്പെട്ടാൽ ടൂത്ത് ഡിക്കേ അതുപോലെ കാവിറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈസോഫാഗൈറ്റിസ് ആൻഡ് ടേഴ്സ്, വീണ്ടും ഈസോഫാഗസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അൾസർ ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗം. ഡാമേജ് ടു ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്റ്റൊമക്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതുപോലെ അരിത്മിയാസ് അതുപോലെ ഹാർട്ട് ഫെയിലിയറിലേക്കൊക്കെ പോകാം. അരിത്മിയാസ് ഒക്കെ ഉണ്ടാകുന്ന ഹൈപ്പോകലീമിയ ഒക്കെ കൊണ്ടാണ് അരിത്മിയാസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സൂയിസൈഡ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് ഈ ബുളിമിയ നെർവോസയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അനോറെക്സിയ നെർവോസ ബുളിമിയ നെർവോസയെക്കാളും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. രണ്ടിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.